സോ ഗൈസ് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ള ഒരു കിഡിലൻ BMW 5 സീരീസ് ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം, ആദ്യം വണ്ടിയുടെ വിശേഷങ്ങൾ പറയാം. സോ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടികൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഡയറക്റ്റ് ഓണർമാരെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാണ്ട് യൂസ്ഡ് കാറിന്റെ ഷോറൂമിലത്തെ വണ്ടികളല്ല. നമ്മുടെ വണ്ടികൾ ഒരു ഇതൊക്കെ ഡയറക്റ്റ് ഓണർമാരെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിലും വണ്ടി കാണണമെങ്കിലും ഇതിന്റെ ഓണറെ നമ്മൾ കണക്ട് ചെയ്ത് തരാനായിട്ട് പറ്റും ചെയ്യും. ഇത് 2012 മോഡൽ BMW 520D ആണ്. മേജർ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ റീപെയിന്റോ ഒന്നും വണ്ടിയിൽ വന്നിട്ടില്ല. കാരണം അത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഇത് അന്ന് കമ്പനി ഇറങ്ങിയിട്ടുള്ള അതേ കണ്ടീഷനിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് നിൽക്കണത്. ടയർ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു ഹാഫ് മേലെ ബട്ടൺ ടയറിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. വണ്ടിക്ക് മേജർ, അതായത് ഇപ്പോൾ ഗ്ലാസിൻ്റെ സീരിയൽ നമ്പർ നോക്കി കഴിഞ്ഞാലൊന്നും അത്ര റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ അധികം കാണാനില്ല. 4 ടയറും ഓൾമോസ്റ്റ് 50% മേലെ ഒരു 80% ടയർ ബട്ടൺ ഉണ്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റും. പിന്നെ ഇത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 2012 മോഡലായതുകൊണ്ട് 2027, അതായത് ഇപ്പോൾ 26 ജനുവരി അല്ലേ, 2027 ഇതിൻ്റെ റീടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഒന്ന് നോക്കി നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നത്. കാരണം ഈ ഒരു കാലപ്പഴക്കം, അതായത് ഓൾമോസ്റ്റ് ഒരു 14-13 കൊല്ലം പഴക്കമുള്ളതിൻ്റെ ഒരു ചെറിയ ഇത് എന്നല്ലാതെ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇൻറ്റീരിയറിലില്ല. നമ്മളിത് ഡ്രൈവ് ചെയ്ത് ട്രാവൽ ചെയ്ത് നോക്കിയപ്പോഴും അത്യാവശ്യം വണ്ടി ഡ്രൈവിംഗ് കംഫർട്ടബിൾ ആണ്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് വണ്ടിയിൽ കിടക്കണത്. പിന്നെ ഈ BMW തന്നെ 3 സീരീസിനേക്കാളും 7 സീരീസിനേക്കാളും അതിൻ്റെ ഒരു ആവറേജ് ക്ലാസ് എന്ന് പറയുന്ന രീതിയിലാണ് 5 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് എക്കണോമിയാണ് വണ്ടി, അത്യാവശ്യം മൈലേജും ഉണ്ട്. ഡീസൽ കാർ ആയതുകൊണ്ട് തന്നെ. ഇനി ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടാണ് വണ്ടിയിൽ ഇൻറ്റീരിയർ നിൽക്കുന്നത്. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ എല്ലാം പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ മാനുവലാണ് വരിക. 5 സീരീസ് ആകുമ്പോൾ ഇത് മാനുവലായിട്ടാണ് വരുന്നത്. 7 സീരീസ് ആകുമ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ എക്സ്ട്രാ മോട്ടറും അതിൻ്റെ ബട്ടൺസും വരും. പിന്നെ മൊത്തത്തിൽ വണ്ടി ഓവറോൾ കാണാനായിട്ട് അത്രയും പക്കയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. വണ്ടി തൃശ്ശൂരാണ് ലൊക്കേറ്റ് ചെയ്യണത്. സോ നിങ്ങൾക്ക് ഇത് കാണണം എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ടൗണിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ BMW കാണാം. ഇതിൻ്റെ ഡയറക്റ്റ് ഓണറെ മീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിലേക്ക് ആളുടെ അടുത്ത് സംസാരിച്ച് നോക്കി നോക്കാം. ഇതിനിപ്പോൾ ആസ്ക് ചെയ്യണ പ്രൈസ് എന്ന് പറയുന്നത് 10,99,000 രൂപ. ഹെഡ്ലൈറ്റും ഗ്രില്ലും ലോഗോയും ഒക്കെ ഒറിജിനൽ കമ്പനി വരുമ്പോഴുള്ള സാധനം എടുക്കണ നമ്പർ 1199, അതായത് ഫാൻസി നമ്പറാണെന്നും പറയാം. സോ ഇതുപോലെയുള്ള വണ്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എഗെയിൻ ഞാൻ പറയുന്നു, നമ്മൾ ഷോറൂമിലത്തെ വണ്ടികൾ അധികം ചെയ്യാറില്ല. നമ്മൾ കൂടുതൽ ഡയറക്റ്റ് ഓണേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ആയിട്ട് വണ്ടി പർച്ചേസ് ചെയ്യാനും പറ്റും. സോ കൂടുതൽ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.